നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിരന്തരം വാഹനാപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഇത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ബസ്സുകാരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതായത് തുറക്കലിൽ നിന്നൊരു ബസ്സിനകത്തുനിന്നൊരു മധ്യവയസ്കൻ വീഴാൻ പോകുന്നു, കണ്ടക്ടർ പിടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്. എന്നാൽ ഇന്നലെ കൊല്ലത്തുണ്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് തെറ്റായ ദിശയിൽ കൂടി, അതായത് ബ്രോം ദിശയിൽ കൂടെ, കാരണം നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറുക എന്ന് പറഞ്ഞ പോലെ ബസ് വേഗം പോകാനുള്ള സൗകര്യത്തിന് അടുത്ത റോട്ടിലോട്ട് ചാടാനുള്ള സൗകര്യത്തിന് ഇവൻ പിന്നെ റോങ് ദിശയിൽ, എതിർ ദിശയിലൂടെ കയറി. അപ്പോൾ ആ സൈഡിൽ കൂടെ ആ റോട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ബൈക്കിനെ ഇടിക്കുകയായിരുന്നു. ബൈക്കാണോ ആക്റ്റീവാണോ, ഇരുചക്ര വാഹനമാണ്. ഒരു അമ്മയും മകളുമാണ് അതിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് തന്നെ അവരവിടെ വീണു. അവർക്ക് ഒരുവിധം പരിക്ക് ഗുരുതരമല്ലാന്ന് തോന്നുന്നു. എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിലാണ്, ചികിത്സയിലാണ് ഇപ്പോൾ. അപ്പോൾ ഇവർ ഈ പരനാറികൾ കാണിക്കുന്ന, ഈ ബസ്സുകാർ കാണിക്കുന്ന ഈ തന്തയില്ലായ്മയ്ക്ക്, അതായത് ഈ പോക്കൃത്തരത്തിന് എന്താണ് ഒരു കടിഞ്ഞാണിടുക, ആരാണ് കടിഞ്ഞാണിടുക പറയുമ്പോൾ റിപ്പോർട്ടർ ചാനലൊക്കെ പിന്നെ ഈ ഇവരെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് പറയാനായിട്ട് എല്ലാവരും ഉണ്ട്. എന്തൊരു ലാഘവത്തോടെ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്തത്. കാരണം ഇവർ തന്നെയാണ് ബസ്സിൽ കയറുന്ന ആൾക്കാരെയും തള്ളിയിടുന്നു, റോഡിലുള്ള മറ്റേ ഇരുചക്ര വാഹനത്തെയും മറ്റുള്ള കാറുകളെയും ഒക്കെ ഇടിക്കുന്നു. ഇതൊക്കെ ഇവർ തന്നെ ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പറയട്ടെ. എന്നിട്ട് ഇവർ പിന്നെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പിന്നെ ന്യായീകരിക്കാനായിട്ട്. ഏതായാലും ആ സമയത്ത് അവിടെ ആൾക്കാർ ഓടിക്കൂടിയിട്ടുണ്ട്. വേറൊരു ബസ് അവിടെ നിന്ന് എതിരെ ഒരു ബസ് വരുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് കടിഞ്ഞാണ്ട് ഇടാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് തന്നെ പിന്നെ ഇത് ചെയ്യണം. കാരണം വെച്ചാൽ സ്പീഡ് ഗവർണർ, മറ്റേ ഗവർണർ എന്നൊക്കെ പറഞ്ഞിട്ട് നിയമം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അത് അധിക ബസ്സിനും ഇപ്പോൾ ഇല്ലെന്നും തോന്നുന്നു. അതോ ആ പരിപാടി ഇപ്പോൾ നിർത്തിയോ? കാരണം അധിക ബസ്സുകാരും ഇതിൻ്റെ ഇനി സ്പീഡോമീറ്റർ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കണക്ഷൻ പിന്നെ വേർപെടുത്തിട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊക്കെ കടിഞ്ഞാടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് RTO തന്നെ തീരുമാനിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കണ്ടപോലെ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രിയിലാണെങ്കിൽ ചിലപ്പോൾ അവരുടെ മേത്ത് കൂടെ തന്നെ കയറ്റി ഇറക്കി കൊണ്ടുപോയിട്ടുണ്ടാവും. മനസ്സിലായത്? പകലാകൊണ്ട് വൈകുന്നേരം ഒരു 6 മണി സമയത്താവുമെന്ന് തോന്നുന്നു സംഭവം. ആ സമയങ്ങളിൽ അവിടെ ആളുണ്ടായിരുന്നുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാനായി. ഇപ്പോൾ ചികിത്സയിലാണെന്നാണ് പറയുന്നത്. എന്താണെന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കൊല്ലം കുളത്തൂപ്പുഴ അഞ്ചൽ പാതയിൽ സ്വകാര്യ ബസ് തെറ്റായ വശത്തേക്ക് കയറി ഇരുചക്രവാഹനവുമായി കൂട്ടിയിടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടാണ് സംഭവമുണ്ടായത്. സ്കൂട്ടർ യാത്രികരായ അമ്മയും മകളെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടല്ലോ, അതാണ് സംഭവം. അവരവരുടെ ഭാഗത്തുകൂടിയാണ് വരുന്നത്. പക്ഷേ ആ വീഡിയോ അവർ ബ്ലറാക്കുകയാണ്. കാരണം വെച്ചാൽ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല അത് ആരാണെന്നും ഈ ബസ് അതാണെന്നുള്ളത്. ബസ് കുറേ അപ്പുറത്ത് കൂടി നിർത്തുന്നുണ്ട്. ബസ് ഒരു നീല കളറുള്ളൊരു ബസ്സാണ്. ബസ് അപ്പുറത്തെ റോട്ടിലാണ്, ഇടി കഴിഞ്ഞിട്ട് അപ്പുറത്തെ റോട്ടിലാണ്. കഴിഞ്ഞിട്ട് അപ്പുറത്തെ റോട്ടിൽ കൊണ്ടുപോയി നിർത്തുകയാണ് വണ്ടി. മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഡ്രൈവറും കണ്ടക്ടറും ആരൊക്കെ ഓടി വരുന്നുണ്ട്. അതിന് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല.
ഈ സ്കൂട്ടർ യാത്രക്കാരെയും വ്യക്തമായിട്ട് കാണിക്കുന്നില്ല, അതൊക്കെ അവിടെ ബ്ലറാക്കി കാണിക്കുകയാണ്. ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ ഏതാണ് ഒരു വണ്ടി, അതിൽ ആർക്കാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടണം. ഒന്നും അല്ലെങ്കിൽ അവരുടെ രൂപമെങ്കിലും വ്യക്തമാണ്. കാരണം അമ്മയും മകളും പിടിച്ചു പറിക്കാൻ പോയതൊന്നും മോഷ്ടിക്കാൻ പോയതൊന്നുമല്ല, അവർ മാന്യമായിട്ട് ബൈക്കിന് വരുന്നതാണ്. ഇരുചക്ര വാഹനത്താൽ അവർ യാത്ര ചെയ്തതാണ്. അവർ ഒന്നെങ്കിൽ ഷോപ്പിൽ പോവുമോ അല്ലെങ്കിൽ അവർ വീട്ടിൽ പോവുമോ എന്തോ ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ കാണിക്കുന്നതുകൊണ്ട് എന്താ എത്ര കുഴപ്പം, എന്താണ് തെറ്റെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വ്യക്തമായിട്ട് കാണിക്കേണ്ടത്. ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാവണം. ഈ ഇടിച്ച ഡ്രൈവർ ഏതാണെന്നല്ലോ, കണ്ടക്ടറാണ്, അവൻ്റെയൊക്കെ ലൈസൻസ് കട്ട് ചെയ്യണം, വണ്ടിയുടെ തന്നെ ലൈസൻസ് കട്ട് ചെയ്യണം. കാരണം ഇത് നിരന്തരം ഈ ബസ്സുകാരുടെ വീഡിയോ ഞാൻ ഇടയിലിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം എന്താ, ഇവരുടെ ഈ ബാധിച്ച ഈ വരുന്ന അപകടങ്ങൾ, അമിത വേഗത, സ്പീഡ്, എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സ്പീഡ് മുന്നിൽ പോകണം, മുന്നിലുള്ള ആളുകൾ എടുക്കണം. ബാക്കിൽ അടുത്ത വണ്ടി 5 മിനിറ്റ് 2 മിനിറ്റൊക്കെ ബാക്കിലാവും വണ്ടി പുറകിൽ വരുന്നത്. അപ്പോൾ അതിനാണ് ഇവർ പായുന്നത്. ഇവർക്ക് ഈ സമയത്തിന് തന്നെ ഒരു കൃത്യനിഷ്ഠയില്ല. ഞാൻ പറഞ്ഞില്ല, ഇവർ ഒന്നെങ്കിൽ 5 മണിക്ക് ഇറങ്ങി 5:02 ആവും സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്നത്, 2 മിനിറ്റ് വൈകിട്ടൊക്കെ ആവും താമസിച്ചിട്ടാവും. അപ്പോൾ ബാക്കിലത്തെ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ വലിച്ചിട്ടാവും വരുന്നത്. അങ്ങനത്തെയാണ് ഈ നാറിയ പരിപാടി ചെയ്യുന്നത് ഇവർ. എന്നിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്ന ഇവരാണ്. ആരെങ്കിലും യാത്രക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരെ കയ്യേറ്റ ശ്രമം, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തൽ, അതല്ലെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ അവരെ പിന്നെ അവരൊന്നും അല്ലാത്ത രീതിയിലാക്കുന്ന ഒരു പ്രൈവറ്റ് സംഘടനയാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ ഗതാഗത മന്ത്രിക്ക് നേരെ കാണേണ്ട കാര്യങ്ങളാണ്. ഗണേഷ് കുമാർ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അറിയണം. കാരണം ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗണേഷ് ചേട്ടാ. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. വെറും തട്ടലും മുട്ടലും തന്നെ. ആക്സിഡൻറ്റ് അപകടമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് ദിവസവും കേൾക്കുന്ന ഒരു പരിപാടിയാണ്. കാർ ആക്സിഡൻറ്റ്, ബസ് ആക്സിഡൻറ്റ്, ലോറി ആക്സിഡൻറ്റ്. ഈ ബസ്സുകാരുടെയാണ് കൂടുതൽ കേൾക്കുന്നത്. അതും പ്രൈവറ്റ് ബസ്സാണ്. ഇപ്പം KSRTC ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. KSRTC എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വല്ലപ്പോഴും ഒരു അപകടം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വേറെ ഒന്നുണ്ട്, അവരുടെ ജോലിനെ അത് ബാധിക്കും. ഇത് പ്രൈവറ്റ് ബസ്സിൽ ഇപ്പോൾ ഒരുത്തരെ ഇന്ന് ഇടിച്ചു കൊന്ന ഡ്രൈവർ അവൻ സ്റ്റേഷനിൽ പോയി, അവനിറങ്ങി, അവനെ എങ്ങനെയും പൂമാലിട്ട് സ്വീകരിച്ച്, അതല്ലെങ്കിൽ അവനെ പിന്നെ വെള്ളം പൂശിയിട്ട് അവനെ അടുത്ത ബസ്സിലോട്ട് കയറ്റാനുള്ള പരിപാടി ചെയ്യുന്നത്. അത് കേസും കാര്യമൊന്നും ഇല്ലാതെ മുതലാളിമാരെ ഇടപെട്ട് ചിലപ്പോൾ ഇറക്കി, കാശുള്ളവനാണെങ്കിൽ കുറേ കാശ് വാരി എറിഞ്ഞ് ഇവനെ ഇറക്കും. എന്നിട്ട് പിന്നെ അടുത്ത ബസ്സിലോട്ട് കയറ്റുന്നു, അവിടെയും പോയിട്ട് എന്തെങ്കിലും ഗുലുമാൽ ഒപ്പിക്കുന്നു. ഇത് നിരന്തരം കേരളത്തിൽ നടക്കുന്ന സംഗതിയാണ്. കേരളത്തിലെന്നല്ല, ഈ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. തമിഴ്നാട്ടിലും മറ്റുള്ള സംസ്ഥാനത്തൊന്നും കേട്ടിട്ടില്ല ഇങ്ങനെ. ഇനി ഉണ്ടോ എന്നുള്ള അറിയത്തില്ല. പക്ഷേ ഈ കേരളത്തിലാണ് നിരന്തരം ഇങ്ങനെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് കടിഞ്ഞാടി നടന്നുകൊണ്ട് RTO തന്നെ തീരുമാനിക്കണം. അതല്ലാതെ ഒന്നും ജനങ്ങൾ പറയാനൊന്നും നിൽക്കില്ല. അതല്ല, ഇവർ ജനങ്ങൾ തടുത്തവിടെ നിർത്തിയതിന് ശേഷം പതുക്കെ പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് അവനെ വിടുക. അതല്ലെങ്കിൽ അടുത്ത ബസ്സിലോട്ട് ഈ ആൾക്കാരെ പിന്നെ കയറ്റി വിടുക. എന്താണിതെന്ന്? മറ്റുള്ള വണ്ടിക്കാർ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നൊന്നും ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ബസ്സുകാരുടെ അത്ര നാറിയ പരിപാടി ചെയ്യുന്നത് ഇവർക്ക് മുടിഞ്ഞ സ്പീഡാണ്. കാരണം ഇവർക്ക്, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കൂടുതൽ പറയാനൊന്നും ഒരുപാട് പറയാനുണ്ടാവും. നിർത്തട്ടെ എന്നാൽ. ശരി എന്നാൽ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.